തവനൂർ തൃക്കണാപുരത്ത് സ്വകാര്യ വ്യക്തി ഓവുചാലുകൾ മൂടി നിർമ്മാണം നടത്തുന്നതായി പരാതി. ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന KNRCLന്റെ ടിപ്പർ ലോറിയിൽ മണ്ണെത്തിക്കുന്നതായും പരാതി. തവനൂർ തൃക്കണാപുരത്ത് തവനൂർ റോഡ് ജംഗ്ഷനിലാണ് സ്വകാര്യ വ്യക്തി പൊതുസ്ഥലം കയ്യേറി തവനൂർ റോഡിൽ നിന്നും ഭാരതപ്പുഴയിലേക്കുള്ള ഓവുചാലുകൾ മൂടി നിർമ്മാണം നടത്തുന്നതായി നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നത്. തവനൂർ റോഡിൽ നിന്നുള്ള മഴവെള്ളവും വാട്ടർ അതോറിറ്റിയുടെ ഓവർഫ്ലോ ആകുന്ന വെള്ളവും ഒഴുക്കിവിടുന്ന ഓവുചാലാണ് ഒഴുക്ക് തടസ്സപ്പെടുന്ന തരത്തിൽ മണ്ണിട്ട് മൂടിയിട്ടുള്ളത്. കൂടാതെ ഭാരതപ്പുഴയിലേക്ക് വെള്ളം ഒഴുകിയിരുന്ന ചാലിനെ തടസ്സപ്പെടുത്തി കോൺക്രീറ്റ് മതിലും നിർമ്മിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്തുനിന്ന് നിരവധി മരങ്ങൾ നശിപ്പിച്ചാണ് പ്രദേശത്ത് സ്വകാര്യ വ്യക്തി പ്രവർത്തികൾ നടത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം. മാത്രവുമല്ല, ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന KNRCLന്റെ ടിപ്പർ ലോറിയിൽ മണ്ണ് അനധികൃതമായി എത്തിക്കുന്നതായും പരാതിയുണ്ട്. രാത്രിയുടെ മറവിലാണ് പലപ്പോഴും പ്രവൃത്തികൾ നടത്തുന്നത്. അതിനാൽ സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പ്രദേശത്ത് വികസന പ്രവൃത്തികൾ നടത്തുന്നതിനെതിരല്ലെന്നും എന്നാൽ വർഷങ്ങളായുള്ള ഓവുചാൽ മൂടിയാൽ പ്രദേശത്ത് മഴക്കാലത്തും മറ്റും അത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തവനൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ തൃക്കണാപുരം ജംഗ്ഷനിലുള്ള ഒരു വികസന പ്രവർത്തനമാണ് നമ്മൾ ഈ കാണുന്നത്. നാട്ടുകാരോ പാർട്ടിക്കാരോ ആരും തന്നെ ഒരു വികസനത്തിനും എതിരല്ല. എന്നാൽ നീർച്ചാലുകൾ, തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണമെന്ന് ഈ സർക്കാരിന് കൃത്യമായ അജണ്ടയും കാര്യങ്ങളും ഉള്ളതുപോലെ തന്നെ അതുമായി മുന്നോട്ട് പോകുമ്പോൾ നഗ്നമായൊരു ലംഘനമാണ് നമ്മുടെ കൺമുന്നിൽ ഈ ഹൈവേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മഴക്കാലമായി പ്രളയത്തെ നമ്മൾ അതിജീവിച്ച് വന്നതാണ്. ഇനിയൊരു പ്രളയത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കത് തടുക്കാൻ ഒരിക്കലും കഴിയില്ല. ഏറ്റവും വലിയ നഗ്നലംഘനം എന്ന് പറയുന്നത് ഈ കാണുന്ന തവനൂർ റോഡ്, ആ തവനൂർ റോഡ് ഇറങ്ങി വരുന്ന ഭാഗത്തുള്ള ഡ്രെയിനേജ് പൂർണ്ണമായി മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ, മറ്റു നാട്ടുകാരുടെ, ചില ആളുകളുടെയും ഒത്താശയുടെ ഫലമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് മരങ്ങൾ രാത്രിയുടെ മറവിൽ അത് മുറിച്ച് കടത്തിയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ RDOക്കും തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും എല്ലാവർക്കും ഞങ്ങൾ നാട്ടുകാർ ഇതിന് പരാതി നൽകിയിട്ടുണ്ട്. വികസനം വരണം, വികസനത്തിന് ഒരിക്കലും എതിരില്ല എന്ന് ഞങ്ങൾ വീണ്ടും ഊന്നി പറയുകയാണ്. എങ്കിലും ഇത്തരത്തിലുള്ള നഗ്നലംഘനങ്ങൾ സർക്കാരിൻ്റെ പൊതുസ്ഥലങ്ങൾ കൈയേറുന്നതിൽ ഒരിക്കലും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രദേശത്തെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്കും RDOയ്ക്കും തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. NCV ന്യൂസ്, തവനൂർ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.